പിന്നെ അറിയാലോ സംവിധായകനടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനത്തെ സംസാരങ്ങൾ ഫോണിൽ ഉണ്ടായിട്ടുണ്ട്. ഓഫറുകൾ ഒരുപാട് ധാരാളം വരുമായിരുന്നു. എന്നിട്ട് ഇതിന്റെ അവസാനം വരുമ്പോൾ ഒരു പോയിന്റ് ഉണ്ട്, കോംപ്രമൈസ്. ഒരുപാട് നല്ല വേഷങ്ങൾ അങ്ങനെ പോയിട്ടുണ്ട്. ഇയാള് രാത്രി ഒരു 2 മണി 1 മണി ആയി കഴിഞ്ഞാൽ വന്ന് നോക്കി, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആണ്. കാസ്റ്റിംഗ് കൗച്ചിൽ എന്തൊക്കെയാണ് നടക്കാറുള്ളത്? സിനിമയിലെ പാക്കേജ് എന്ന് വെച്ചാൽ എന്താണ്? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുമ്പ് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൽ തങ്ങൾക്ക് നേരിട്ട അനുഭവങ്ങൾ വെളിപ്പെടുത്തിയ നടിമാർ ആരൊക്കെയാണ്? 2017 നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട ഒരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. 290 പേജുകളുള്ള ഈ റിപ്പോർട്ടിൽ ഏതാണ്ട് 80 പേജുകളും തിരുത്തപ്പെട്ടിരുന്നു. 55 പേജുകൾ സെക്ഷൽ ഹരാസ്മെന്റുകളെയും ആക്രമണങ്ങളെയും കുറിച്ച് സ്ത്രീകൾ നടത്തിയ നിവേദനങ്ങളായിരുന്നു. എന്നാൽ ലൈംഗിക അതിക്രമത്തിനിരയായവരുടെ പേരുകൾ പറയാൻ കഴിയില്ല എന്നതാണ് ഇതിന്റെ പ്രധാന പ്രശ്നം. സ്ത്രീകളുടെ പേരുകൾ മറച്ചുവെച്ചാൽ പോലും ഈ സ്ത്രീകളും പുരുഷന്മാരും ആരാണെന്ന് കണ്ടെത്താൻ ജനങ്ങൾക്ക് വളരെ എളുപ്പമാണ്. കാരണം അവർ നൽകിയ ഡീറ്റെയിൽസ് ഇത് വ്യക്തമാക്കും. മലയാള സിനിമയിൽ മാത്രമല്ല ഇത്തരം പ്രശ്നങ്ങൾ നേരിടുന്നത്. ഇന്ത്യൻ സിനിമാ വ്യവസായത്തിലും ഹോളിവുഡിലും എല്ലാം ഈ പ്രശ്നങ്ങളുണ്ട്. കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് ഇതിനു മുമ്പ് ധാരാളം നടിമാർ വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നിരുന്നു. സിനിമാ മേഖലയിൽ നിന്ന് അവർ നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് വെളിപ്പെടുത്തുകയും ചെയ്തു. ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയ ഏതാനും ചില നടിമാരെയും അവരുടെ വെളിപ്പെടുത്തലുകളെയും ഒപ്പം കാസ്റ്റിംഗ് കൗച്ചിന്റെ മുഴുവൻ കാര്യങ്ങളെയും കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വീഡിയോ കാണൂ. എല്ലാവർക്കും ഫെമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. 1910 കാലഘട്ടം മുതലാണ് കാസ്റ്റിംഗ് കൗച്ചിന് തുടക്കമിട്ടത്. അമേരിക്കൻ എന്റർടൈൻമെന്റ് മേഖലയിലെ സ്റ്റുഡിയോ സംവിധാനത്തിന്റെ തുടക്കത്തോടെയായിരുന്നു അവസരങ്ങൾക്ക് വേണ്ടി സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്ന കാസ്റ്റിംഗ് കൗച്ച് ആരംഭിച്ചത്. ഇന്ന് അമേരിക്കയിൽ കാസ്റ്റിംഗ് കൗച്ച് നിയമവിരുദ്ധമാണ്. പ്രായപൂർത്തിയായവരും പ്രായപൂർത്തിയാകാത്തവരുമായി സിനിമാ മോഹവുമായി നടക്കുന്ന ധാരാളം പെൺകുട്ടികളുണ്ട്. നന്നായി അഭിനയിക്കാൻ കഴിവുണ്ടെങ്കിലും പലർക്കും അഡ്ജസ്റ്റ്മെന്റുകളുടെ പേരിൽ അവസരം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ചിലപ്പോൾ സംവിധായകർ, ചിലപ്പോൾ നിർമ്മാതാവ്, ചിലപ്പോൾ നായകൻ, അതുമല്ലെങ്കിൽ ഒന്നിലധികം പേർ അവസരങ്ങൾ വാഗ്ദാനം ചെയ്ത് അവരെ ദുരുപയോഗത്തിന് ഇടയാക്കാറുണ്ട്. പേടിച്ചിട്ടോ അവസരങ്ങൾ നഷ്ടപ്പെടും എന്ന് കരുതിയിട്ടോ പലരും അപ്പോൾ അത് പുറത്തു പറയാറില്ല. എന്നാൽ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പലരും അവർക്ക് നേരിട്ട ദുരനുഭവങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെയോ മാധ്യമ ഇന്റർവ്യൂകളിലൂടെയോ ഒക്കെ പുറം ലോകത്തെ അറിയിച്ചിട്ടുണ്ട്. തങ്ങൾക്കുണ്ടായ ദുരനുഭവം ഇനി മറ്റൊരാൾക്കും ഉണ്ടാകരുതെന്ന് കരുതിയാണ് പലരും അതിന് തയ്യാറാകുന്നത്. സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയ നടന്മാർക്കും നടിമാർക്കുമൊക്കെ മാനേജർമാർ ഉണ്ടാകും. എന്നാൽ പുതുമുഖങ്ങൾക്ക് മാനേജർമാർ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ പലരും അവരെ നേരിട്ട് വിളിച്ച ശേഷം നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണെങ്കിൽ അവസരങ്ങൾ നൽകാം എന്നാണ് പറയാറുള്ളതെന്ന് ഒരിക്കൽ ഒരു സിനിമാ താരം ഗായത്രി റിമ പറഞ്ഞിരുന്നു. അവർ വളരെ ഓപ്പണായിട്ട് തന്നെ ചോദിക്കുമെന്നും ചിലർ ഒരിക്കലും അവരെ നിർബന്ധിക്കില്ലെന്നും പക്ഷേ വിസമ്മതിച്ചാൽ ആ പ്രോജക്റ്റ് നഷ്ടമാകുമെന്നും നടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. സിനിമയില്ലാതെ ഇരിക്കുന്ന അവസരത്തിലായിരിക്കും ഒരു സൂപ്പർ സ്റ്റാറിന്റെ പടം തേടിയെത്തുന്നത്. എന്നാൽ ഒപ്പം ഒരു കണ്ടീഷനും ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടി ഈ പടം വിട്ടുകളയണോ എന്ന് ചിന്തിക്കും. വലിയ നടിമാരെല്ലാം ഇതെല്ലാം കഴിഞ്ഞാണ് വന്നതെന്നും അവരെ റോൾ മോഡൽ മാത്രമാക്കി വെച്ചിരുന്നാൽ പോരെന്നും അവരനുഭവിച്ച ബുദ്ധിമുട്ടുകൾ നിങ്ങളും അനുഭവിക്കണം എന്നുമൊക്കെ വിളിക്കുന്നവർ പറയും. എന്നാൽ വലിയ നടികളെല്ലാം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട് എന്ന് നിർമ്മാതാക്കളാണ് തന്നോട് പറയുന്നതെന്നും അല്ലാതെ നടിമാരൊന്നും തന്നോട് വന്ന് ഒന്നും പറഞ്ഞിട്ടില്ല എന്നും ഗായത്രി പ്രത്യേകം ചൂണ്ടിക്കാട്ടിയിരുന്നു. മാത്രമല്ല തന്റെ സിനിമാ ജീവിതത്തിനിടയിൽ 95% പേരും അഡ്ജസ്റ്റ്മെന്റിനു വേണ്ടി നിർബന്ധിക്കുന്നവരാണ്. 5% പേർ മാത്രമാണ് നല്ലവരായിട്ടുള്ളതെന്നും താരം വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രമുഖ താരങ്ങളുടെ സിനിമയിൽ അവസരം കൊടുക്കാം എന്ന് പറയുമ്പോൾ പലരും പ്രലോഭനങ്ങൾക്ക് വഴങ്ങേണ്ടി വരും. കാരണം അവർക്ക് അത് നല്ലൊരു തുടക്കമായിരിക്കും എന്ന് കരുതിയിട്ടാകും. ഒരു പ്രമുഖ തമിഴ് കാസ്റ്റിംഗ് ഡയറക്ടർ മനോജ് കൃഷ്ണ ഒരിക്കൽ സിനിമയിൽ 2 തരത്തിലുള്ള കാസ്റ്റിംഗ് ഉണ്ട് എന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തുകൊണ്ടുള്ള അവസരങ്ങൾ കിട്ടുന്നതും മറ്റൊന്ന് ഒന്നും ചെയ്യാതെ തന്നെ അവസരങ്ങൾ കിട്ടുന്നതും. പ്രശസ്ത സംവിധായകരുടെ സിനിമയിൽ അവസരങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാസ്റ്റിംഗ് പോസ്റ്ററുകളൊക്കെ വരാറുണ്ട്. എന്നാൽ അതിൽ പലതും വ്യാജമാണ്. നല്ല രീതിയിൽ സിനിമ ചെയ്യുന്നതിനു വേണ്ടി ഒരു നിർമ്മാതാവ് വന്നാൽ പോലും ആ പെൺകുട്ടി അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാണ്, ഒരു വേഷം കൊടുക്കൂ എന്ന് പറഞ്ഞ് പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് പണം തട്ടുന്നവരുണ്ട്. പലപ്പോഴും ആ സിനിമ പുറത്തിറങ്ങാറ് പോലുമില്ല. പ്രൊഡ്യൂസറിന്റെ പണം നഷ്ടമാവുകയും ചെയ്യുമെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. കാസ്റ്റിംഗ് വേളയിൽ നടിമാർക്ക് പലതരത്തിലുള്ള ദുരനുഭവങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. അവരോട് അസഭ്യങ്ങൾ ചോദിക്കുന്നവരുമുണ്ട്. ടെലിവിഷൻ വ്യവസായത്തിൽ പ്രവർത്തിച്ചിരുന്ന സുർവീൻ ചൗള എന്ന നടി സിനിമയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ആദ്യ സിനിമയുടെ മീറ്റിംഗിൽ വെച്ച് നടിയോടൊരാൾ അസഭ്യം പറഞ്ഞിരുന്നു. 56 കിലോ ഭാരമുള്ള നടിക്ക് സിനിമയിൽ എങ്ങനെ അഭിനയിക്കാൻ കഴിയുമെന്നും
മാറിടം എങ്ങനെയുണ്ടെന്നും കാലുകൾ എങ്ങനെയാണ് എന്നും അരക്കേറ്റിന്റെ വലിപ്പം എന്താണെന്നുമൊക്കെ അയാൾ ചോദിച്ചതായി നടി വെളിപ്പെടുത്തിയിരുന്നു. അവളുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളുടെയും ഇഞ്ചറിയാൻ അയാൾ ആഗ്രഹിച്ചതായി നടി പറഞ്ഞിട്ടുണ്ട്. മിക്ക യുവ നടിമാരും നേരിടുന്ന ഒരു പ്രശ്നമാണിത്. ചിലർ അവരുടെ ശരീരഭാഗങ്ങളുടെ ഫോട്ടോകൾ ആവശ്യപ്പെടും. സിനിമയിലെ കഥാപാത്രത്തിന് വേണ്ടിയാണ് അതെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ പല ഫോട്ടോകളും ആവശ്യപ്പെടുന്നത്. എന്നാൽ സത്യാവസ്ഥ മനസ്സിലാക്കുന്നവർ അതിൽ നിന്ന് അപ്പോൾ തന്നെ പിന്തിരിയാറാണ് പതിവ്. പെൺകുട്ടികളുടെ പ്രായം പോലും കണക്കിലെടുക്കാതെയാണ് പലരും അസഭ്യങ്ങൾ പറയുന്നതും കൂടെ കിടക്കാൻ നിർബന്ധിക്കുന്നതും. ചക്കപ്പഴം എന്ന ടെലിവിഷൻ ഷോയിലൂടെ ശ്രദ്ധേയായ ശ്രുതി രജനീകാന്ത് ആസിഫ് അലിയോടൊപ്പം കുഞ്ഞൽദോ എന്ന ചിത്രത്തിൽ വേഷമിട്ടിരുന്നു. +2 കഴിഞ്ഞു നിൽക്കുന്ന സമയമായിരുന്നു അത്. ആ സമയത്ത് നടിക്ക് തമിഴിൽ അഭിനയിക്കാൻ ഒരവസരം കിട്ടി. സിനിമയുടെ പൂജയും ഫോട്ടോഷൂട്ടും കഴിഞ്ഞ ശേഷം ഒരാൾ ശ്രുതിയോട് സിനിമയിൽ അഭിനയിപ്പിക്കണമെങ്കിൽ കൂടെ കിടക്കണം എന്ന് പറഞ്ഞതായി നടി വെളിപ്പെടുത്തിയിരുന്നു. നമ്മുടെ പാഷനു വേണ്ടി ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുതെന്നും നടി പറഞ്ഞിരുന്നു. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചുറപ്പിച്ചിറങ്ങുമ്പോൾ ഇത്തരത്തിൽ പല തടസ്സങ്ങളും ഉണ്ടാകും. ലക്ഷ്യത്തിലെത്താൻ വേണ്ടി ചിലർ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകും. എന്നാൽ അങ്ങനെ വിട്ടുവീഴ്ചകൾ ചെയ്താൽ പോലും അവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അടുത്തിടെ ഒരുപാട് യുവനടിമാർ തങ്ങൾക്ക് അവസരം നൽകാമെന്ന് പറഞ്ഞ് ശാരീരികമായി ഉപദ്രവിച്ച ശേഷം അവസരം നിഷേധിച്ചതായി വെളിപ്പെടുത്തിയിരുന്നു. മലയാളത്തിലെ പല പ്രമുഖ താരങ്ങൾക്കെതിരെയും സംവിധായകർക്കെതിരെയും വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടുണ്ട്. ആസിഫ് അലിയുടെ കക്ഷി അമ്മിണിപ്പിള്ള എന്ന ചിത്രത്തിൽ വേഷമിട്ട നടി ഷിപ്ലയോട് മലയാളത്തിലെ ഒരു അറിയപ്പെടുന്ന സംവിധായകൻ എപ്പോഴാണ് ഭോഗിക്കുന്നതെന്ന് മുഖത്ത് നോക്കി ചോദിച്ചതായി വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മലയാളം സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചില്ല എന്ന് പറയാൻ കഴിയില്ല എന്ന് താരം പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫേക്കായിട്ടുള്ള കാസ്റ്റിംഗ് കോളുകളും ഓഡിഷനുകളും ഒക്കെ നടക്കാറുണ്ട്. അതുപോലെ ഒരു ഫേക്ക് ഓഡിഷനിൽ പങ്കെടുത്തപ്പോഴുണ്ടായ ദുരനുഭവം സാറ്റർഡേ നൈറ്റ് എന്ന സിനിമയിൽ വേഷമിട്ട മാളവിക ശ്രീനാഥ് വെളിപ്പെടുത്തിയിരുന്നു. ഒരു മുറിയിൽ വെച്ച് അരമണിക്കൂറോളം ഓഡിഷൻ നടന്ന സമയത്ത് മുടി നേരെയാക്കി വരാനായി നടിയെ ഡ്രസ്സിംഗ് റൂമിലേക്ക് പറഞ്ഞുവിട്ടു. നടി മുടി ചീകിക്കൊണ്ടു നിന്നപ്പോൾ തൊട്ടു പിന്നാലെ അയാൾ റൂമിലെത്തി നടിയെ കടന്നുപിടിച്ചു. മാളവിക മനസ്സ് വയ്ക്കുകയാണെങ്കിൽ അടുത്ത ചിത്രത്തിൽ മഞ്ജു വാര്യരുടെ മകളായി വേഷമിടാമെന്ന് അയാൾ വാഗ്ദാനം ചെയ്തു. ഒടുവിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അയാളുടെ കയ്യിലിരുന്ന ക്യാമറ തട്ടി നിലത്തിടാൻ ശ്രമിച്ച ശേഷം നടി അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. മാളവികയുടെ അമ്മയും സഹോദരിയും പുറത്ത് കാത്തിരുന്ന സമയത്താണ് ഇത് സംഭവിച്ചത് എന്നോർക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സാഹചര്യത്തിൽ മാളവിക ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കാൻ തുടങ്ങി. എന്നാൽ 10 വർഷങ്ങൾക്ക് മുമ്പ് താൻ സിനിമയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് നടന്ന ഒരു സംഭവമാണ് ഇതെന്നും ഇപ്പോൾ നടക്കുന്ന വിഷയവുമായി ഇതിന് യാതൊരു ബന്ധമില്ലെന്നും നടി ഇതിനെതിരെ പ്രതികരിച്ചു. ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം പാക്കേജ് എന്നൊരു വാക്ക് മലയാള സിനിമാ വ്യവസായത്തിലുണ്ട് എന്നതാണ്. ഇതിനെക്കുറിച്ചൊരിക്കൽ പ്രമുഖ സിനിമാ താരം ഹിമ ശങ്കർ വെളിപ്പെടുത്തിയിരുന്നു. ബെഡ് വിത്ത് ആക്ടിംഗ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പാക്കേജിന് തയ്യാറായാൽ അവസരങ്ങൾ നൽകാമെന്ന് പറഞ്ഞു ഒരുപാട് പേർ തന്നെ സമീപിച്ചതായി നടി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലും മോശമായ കാര്യം നടിമാർക്ക് മാത്രമല്ല നടന്മാർക്കും കാസ്റ്റിംഗ് കൗച്ച് അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നതാണ്. കിടക്ക പങ്കിടുമോ എന്ന് ചോദിച്ചുകൊണ്ട് ചില നിർമ്മാതാക്കൾ തന്നെ നേരിട്ട് വിളിച്ചിട്ടുള്ളതായി ഒരു ബോളിവുഡ് മോഡലും നടനുമായ ആശിഷ് വെളിപ്പെടുത്തിയിരുന്നു. സിനിമയിൽ അവസരങ്ങൾ കിട്ടണമെങ്കിൽ തങ്ങൾക്കൊപ്പം ഉറങ്ങണമെന്ന് ചില സ്ത്രീകളും പറഞ്ഞിരുന്നു. ചിലർ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മോശമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ അവരുടെയൊന്നും പേരുകൾ വെളിപ്പെടുത്താനാകില്ലെന്ന് ആശിഷ് പറഞ്ഞിരുന്നു. ബോളിവുഡിലെ പ്രമുഖരായ നിരവധി താരങ്ങൾ ഈ പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്. രൺബീർ സിംഗ്, ആയുഷ്മാൻ ഖുറാന തുടങ്ങിയവരെല്ലാം സിനിമയിൽ മോശം അനുഭവം നേരിട്ടവരാണ്. പുരുഷന്മാരിൽ നിന്നും സ്ത്രീകളിൽ നിന്നും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ധാരാളം നടന്മാർ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാസ്റ്റിംഗ് കൗച്ചുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. സോഷ്യൽ മീഡിയയിൽ കാണാറുള്ള പല കാസ്റ്റിംഗ് കോളുകളും ഒരു പ്രൊഡക്ഷൻ കമ്പനിയുടെയും പേരിൽ ഉള്ളതായിരിക്കില്ല. വ്യക്തമായ ഒരു അഡ്രസ് പോലും ഇല്ലാതെയാണ് പല കാസ്റ്റിംഗ് കോളുകളും വരുന്നത്. പുതുമുഖങ്ങളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു വരുന്ന ഇത്തരം ഫേക്ക് കാസ്റ്റിംഗ് കോളുകൾക്ക് പലരും തലവെച്ചു കൊടുക്കാറുണ്ട്. മിക്ക ഓഡിഷനുകളിലൂടെയും പണം നഷ്ടപ്പെട്ട ധാരാളം പേരുണ്ട്. ചിലർക്ക് പണമാണെങ്കിൽ മറ്റു ചിലർക്ക് ലൈംഗിക അതിക്രമണമാണ് നേരിടേണ്ടി വരുന്നത്. മിക്ക ഓഡിഷനുകളും ഏതെങ്കിലും ഹോട്ടൽ മുറികളിൽ വെച്ചോ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ വെച്ചോ ഒക്കെയായിരിക്കും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഓഡിഷനുകളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ പെൺകുട്ടികൾ ഒറ്റയ്ക്ക് പോകാതെ ഒപ്പം ആരെങ്കിലും കൂടെ കൂട്ടണം. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം ഓരോ ദിവസവും ഓരോരോ നടന്മാരുടെ പേരുകളാണ് വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ധാരാളം നടിമാർ വെളിപ്പെടുത്തലുകളുമായി മുന്നോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അവർ പേര് വെളിപ്പെടുത്തിയ നടന്മാരെല്ലാം ഇപ്പോൾ ആരോപണ വിധേയർ മാത്രമാണ്. അവർ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിശദമായ അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ട കാര്യമാണ്. സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് വഴിയേ അറിയാം. നിങ്ങൾക്ക് അഭിനയമോഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇത്തരത്തിലെന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് കമന്റിലൂടെ അറിയിക്കുക.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ. ജയ് ഹിന്ദ്.